പത്മശ്രീ ചെറുവയൽ രാമൻ വയനാട് മാനന്തവാടി കമ്മനയിലെ ആദിവാസി കർഷകനാണ് തലക്കര ചെറിയ രാമൻ എന്ന ചെറുവയൽ രാമൻ. 2011 ഹൈദരാബാദിൽ വെച്ച് നടന്ന ജൈവവൈവിധ്യ സംരക്ഷണത്തിനായുള്ള 11 രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ കേരളത്തിലെ കർഷകരെ പ്രതിനിധീകരിച്ചത് ഇദ്ദേഹമാണ്. 2023 റിപ്പബ്ലിക് ദിനത്തിൽ ഭാരത സർക്കാർ പത്മശ്രീ നൽകി അദ്ദേഹത്തെ ആദരിച്ചു. 1952 ജൂൺ 6 ജനനം. 2ാമത്തെ വയസ്സ് മുതൽ പിതാവിനെ പിരിഞ്ഞ് അമ്മാവനോടൊത്ത് വളർന്നു. ദാരിദ്ര്യം നിറഞ്ഞ കുട്ടിക്കാലം. കമ്മന നവോദയ LP സ്കൂളിൽ 5ാം ക്ലാസ് വരെ മാത്രം പഠനം. 10ാം ക്ലാസ് മുതൽ കാർഷിക ജീവിതം. 1969 എംപ്ലോയ്മെൻ്റ് എക്സ്ചേഞ്ച് മുഖേന കണ്ണൂർ DMO ഓഫീസിൽ വാർഡനായി 150 രൂപ ശമ്പളത്തിൽ ജോലി കിട്ടിയെങ്കിലും കൃഷിഭൂമി ഉപേക്ഷിച്ചു പോകാൻ ഇഷ്ടമില്ലാത്തതിനാൽ സർക്കാർ ജോലി വേണ്ടെന്നു വെച്ചു. ഇന്ന് നെല്ലിനങ്ങളുടെ ഒരു ജീൻ ബാങ്കറാണ് ചെറുവയൽ രാമൻ. കുറിച്യ സമുദായത്തിൽപ്പെട്ട ഇദ്ദേഹം 45ഓളം ഇനം നെല്ല് കൃഷി ചെയ്ത് സംരക്ഷിക്കുന്നു. നെൽവിത്തുകൾ കൂടാതെ പരമ്പരാഗത പച്ചക്കറി ഇനങ്ങളും ഔഷധ സസ്യങ്ങളും വിവിധ വൃക്ഷങ്ങളും ഇദ്ദേഹം തൻ്റെ തോട്ടത്തിൽ സംരക്ഷിച്ചു വരുന്നു. നിരവധി വിദ്യാർത്ഥികളും ഗവേഷകരും കർഷകരും നിത്യേന ഈ പുരയിടം സന്ദർശിച്ച് പരമ്പരാഗത കൃഷിയെപ്പറ്റി പഠിക്കുന്നു. നെൽവിത്തിൻ്റെ സംഭരണത്തിൽ പരമ്പരാഗത രീതിയാണ് രാമൻ അനുവർത്തിക്കുന്നത്. വിളവെടുത്ത നെല്ലിനെ ഒരാഴ്ച വെയിലിലും മഞ്ഞും കൊള്ളിക്കുന്നു. തുടർന്ന് മുളം കൂട ചൂടാക്കി വെയിലിൻ്റെ ചൂടോടെ നെല്ലിനെ അതിൽ സംഭരിക്കും. വൈക്കോൽ കൂടാരം പോലെ കെട്ടിയുണ്ടാക്കുന്ന വിത്തുകൂടയും നെൽ സംഭരണത്തിന് ഉപയോഗിക്കുന്നുണ്ട്. പുഴുങ്ങിക്കുത്തിയ അരിയും ഈ വിധം സംഭരിക്കാം. വിത്താകട്ടെ 2 വർഷം വരെ മുളയ്ക്കൽ ശേഷി നഷ്ടപ്പെടാതെ പരമ്പരാഗത രീതിയിൽ സൂക്ഷിക്കാനാവും. 2011 ഹൈദരാബാദിൽ വെച്ച് നടന്ന ജൈവവൈവിധ്യ സംരക്ഷണത്തിനായുള്ള 11 രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ കേരളത്തെ കർഷകരെ പ്രതിനിധീകരിച്ചത് ഇദ്ദേഹമാണ്. അദ്ദേഹത്തിന് ഒട്ടേറെ ബഹുമതികൾ കിട്ടിയിട്ടുണ്ട്. സസ്യജനുസുകളുടെയും കർഷകരുടെയും അവകാശങ്ങളുടെയും സംരക്ഷണ അതോറിറ്റി ഏർപ്പെടുത്തിയ 2016 ജനിതക സംരക്ഷണ പുരസ്കാരം കേന്ദ്ര കൃഷി വകുപ്പ് മന്ത്രി രാധാമോഹൻ സിംഗിൽ നിന്നും ഏറ്റുവാങ്ങി. രാമൻ്റെ അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള സാങ്കേതിക സഹായം നൽകിയത് MS സ്വാമിനാഥൻ ഗവേഷണ നിലയവും കേരള കാർഷിക സർവകലാശാലയുമാണ്. 2011 ഹൈദരാബാദിൽ വെച്ച് നടന്ന ജൈവവൈവിധ്യ സംരക്ഷണത്തിനായുള്ള 11 രാജ്യങ്ങളുടെ സമ്മേളനത്തിൽ കേരളത്തെ പ്രതിനിധീകരിച്ചുകൊണ്ട് പങ്കെടുത്തത് ഇദ്ദേഹമാണ്. 2016 ദേശീയ പ്ലാന്റ് ജീനോം സർവേ അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. സാമൂതിരി ഗുരുവായൂരപ്പൻ കോളേജ് പൂർവ്വ വിദ്യാർത്ഥികളുടെയും അധ്യാപകരുടെയും കൂട്ടായ്മയായ ബോധി ചാരിറ്റബിൾ സൊസൈറ്റി കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയും ജൈവ കർഷകനുമായിരുന്ന അഭിലാഷിൻ്റെ സ്മരണയ്ക്കായി ഏർപ്പെടുത്തിയ പ്രഥമ പുരസ്കാരം പാരമ്പര്യ നെൽവിത്തുകളുടെ സംരക്ഷണത്തിന് ലാഭേച്ഛയില്ലാതെ ഇവ ആവശ്യക്കാർക്ക് കൈമാറുന്നതിനും നേതൃത്വം നൽകുന്നത് പരിഗണിച്ചാണ് പുരസ്കാരവും 25,000 രൂപ ക്യാഷ് അവാർഡും അദ്ദേഹത്തിന് ലഭിച്ചു. കൂടാതെ ഇവയുടെ ഒരു ഫലകവും അടങ്ങുന്നതായിരുന്നു പുരസ്കാരം. 7ാം ക്ലാസ്സിലെ കുട്ടികളുടെ അടിസ്ഥാന പാഠാവലിയിൽ വിത്തെന്ന മഹാത്ഭുതം എന്ന പേരിൽ അദ്ദേഹത്തിൻ്റെ ഓർമ്മക്കുറിപ്പുകളുണ്ട്. ഇതിൽ ഒരു വിത്ത് എങ്ങനെ തിരഞ്ഞെടുക്കണമെന്നും വിത്ത് തിരഞ്ഞെടുക്കുമ്പോൾ എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണമെന്നും എന്താണ് വിത്തിൻ്റെ ഗുണമേന്മ എങ്ങനെയാണ് നമ്മൾ കണ്ടെത്തുന്നതെന്നുമൊക്കെ അദ്ദേഹം വിശദമായി തന്നെ പറയുന്നുണ്ട്. അതുമാത്രമല്ല, ഇങ്ങനെ ശേഖരിച്ച വിത്തിനെ എങ്ങനെ അടുത്ത വർഷത്തേക്ക് അല്ലെങ്കിൽ അടുത്ത തലമുറയ്ക്ക് വേണ്ടി കാത്തു സംരക്ഷിക്കണമെന്നുമുള്ള ഒരുപാട് നല്ല പാഠങ്ങൾ അദ്ദേഹം പകർന്നു നൽകുന്നുണ്ട്. അന്യം നിന്നുപോയേക്കാവുന്ന അനേകം വിത്തിനങ്ങളെ ശേഖരിച്ചു വെച്ചുകൊണ്ട് ഭാവിയിലെ തലമുറയ്ക്ക് വേണ്ടി കാത്തു സൂക്ഷിച്ച അദ്ദേഹത്തിൻ്റെ വലിയ മനസ്സിന് മുന്നിൽ നമുക്ക് ശിരസ്സ് നമിക്കാം. കൃഷിയെ ഒരു ജീവസംസ്കാരമാക്കി കണ്ടുകൊണ്ട് കൃഷിയെ അതിൻ്റെ ശാസ്ത്രീയതയും സാങ്കേതികതയുമെല്ലാം നിലനിർത്തിക്കൊണ്ട് തന്നെ എന്നാൽ പാരമ്പര്യ മൂല്യങ്ങൾ കൈവിടാതെ അതും ചേർത്തണച്ചുകൊണ്ട് അദ്ദേഹം നടത്തിവരുന്ന കൃഷിരീതി എന്നും അഭിനന്ദനാർഹമാണ്.